ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ജെയ്സോ ചാറ്റ് കേബിൾ ഇവരുടെ സെഗ്മെന്റ് വെച്ചുകൊണ്ടാണ്. ഈ റോ എപ്പിസോഡ് മണി ഇന്ത്യ ബാങ്കിന് മുൻപ് നടക്കുന്ന അവസാനത്തെ റോ എപ്പിസോഡായിരുന്നു. മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെയിൻ ഇവന്റ് മാച്ച് എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. ഇനി ഇവരുടെ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സോ റോയിൽ വന്ന് മണി ഇന്ത്യ ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് ചാറ്റ് കേബിൾ റിംഗിൽ വന്നത്. പിന്നീട് ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വരുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി എല്ലാം സംസാരിക്കും. അതായത് ചാറ്റ് കേബിൾ കാരണമാണ് ചാറ്റ് കേബിളിന്റെ ഫാമിലിയായ ഓട്ടീസ് ടീമെല്ലാം ചാറ്റ് കേബിളിനെ വിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെയ്സോ സംസാരിക്കുമ്പോൾ ജെയ്സോ ബ്ലഡ് ലൈൻ വിട്ട് വന്ന കാര്യത്തെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ചാറ്റ് കേബിൾ സംസാരിക്കും. അതായത് നീ തന്നെ നിന്റെ ഫാമിലിക്ക് ഒരു ദ്രോഹം ചെയ്താണ് വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ തന്നെ ജെയ്സോ പറയുന്നുണ്ട്, നിന്നെ പോലെയുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ് എന്ന്. അവിടെയും ജെയ്സോ ചാറ്റ് കേബിളിനെ കളിയാക്കിയാണ് സംസാരിച്ചത്. പിന്നീട് ദേഷ്യം വന്ന ചാറ്റ് കേബിൾ ജെയ്സോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ജെയ്സോ തിരിച്ച് സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് ഫിനിഷർ ചെയ്യാൻ നോക്കും. എന്നാൽ ചാറ്റ് കേബിൾ റിങ്ങിൽ നിന്നും എസ്കേപ്പായി പോകും. അപ്പോൾ തന്നെ പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫായി അങ്കിൾ ഹൗഡി വരുന്നതായിട്ടും അവരുടെ കയ്യിൽ നിന്ന് ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ എസ്കേപ്പ് ആകാൻ നോക്കുന്ന ചാറ്റ് കേബിളിനെ പലയിടങ്ങളിലായിട്ട് അങ്കിൾ ഹൗഡി കാണുന്നത് പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സെഗ്മെന്റ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ റോ എപ്പിസോഡിന്റെ സെഗ്മെന്റ് അവസാനിപ്പിച്ചത്. അവസാനം കഴിഞ്ഞ റോ എപ്പിസോഡിലെ പോലെ തന്നെ നിക്കി ക്രോസ് മറ്റൊരു ബോക്സ് മൈക്കൽ കോൾ ടീമിന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ നെക്സ്റ്റ് വീക്ക് ജെയ്സോ ചാറ്റ് കേബിൾ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് കെരിയൻ ക്രോസ് വേഴ്സസ് സേവിയർ വുഡ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ്. അപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ കോഫി കിസ്റ്റനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സേവിയർ വുഡ്സിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് മാച്ച് വന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ചിലും ഇവർ ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതുപോലെ കോഫി കിസ്റ്റൻ റിംഗ് സൈഡിലും ഉണ്ടായിരുന്നു. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ കെരിയൻ ക്രോസ് വിൻ ചെയ്യും എന്ന സാഹചര്യം വരുമ്പോൾ സേവിയർ വുഡ്സ് കെരിയൻ ക്രോസിനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ സേവിയർ വുഡ്സ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ദേഷ്യം വന്ന ഫൈനൽ ടെസ്റ്റ്മെന്റ് ടീം കോഫി കിസ്റ്റൻ സേവിയർ വുഡ്സ് ഇവരെ രണ്ടുപേരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇവരുടെ സ്റ്റോറിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. നോക്കാം എന്താകുമെന്ന്. പിന്നീട് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഡൊമിനിക് മിസ്റ്റീരിയോയുമായി സംസാരിക്കുന്നത് റിയ റിപ്ലി ഇപ്പോൾ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ ഞാൻ അവരെ വിളിച്ചിരുന്നു, റിയ റിപ്ലി വളരെയധികം ഹാപ്പി ആണ് എന്നൊക്കെ കള്ളം പറയും. ഇത് മനസ്സിലാക്കിയ ഡാമിൻ പ്രീസ്റ്റ് നീ പറയുന്നത് കള്ളമാണ്, ലിവ് മോർഗൻ വന്നപ്പോൾ നിനക്ക് അവള് മാത്രം മതി, റിയ റിപ്ലി വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ഇവരുടെ ലോക്കർ റൂമിലേക്ക് പോകുമ്പോൾ ഫിൻ ബാലറും ലിവ് മോർഗൻ ടീമെല്ലാം അവിടെ WWE ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് കണ്ട് ഡാമിൻ പ്രീസ്റ്റിന് ദേഷ്യം വരുന്നതായിട്ടും അപ്പോൾ തന്നെ ലിവ് മോർഗൻ തനിക്കിപ്പോൾ മാച്ച് ഉണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകും. പിന്നീട് ഫിൻ ബാലറിനോട് ഡാമിൻ പ്രീസ്റ്റ് പറയുന്നത് ലിവ് മോർഗനുമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തെ പറ്റി തന്നെയാണ്. അതായത് ഇതൊന്നും റിയ റിപ്ലിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ. അപ്പോൾ ഫിൻ ബാലർ പറയുന്നത് അവള് കാരണമാണ് ഞങ്ങൾക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്, നീ വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം നീ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു ഹെൽപ്പും ഇപ്പോൾ നിനക്ക് വേണ്ട, എന്നാൽ റിയ റിപ്ലി അങ്ങനെയല്ലായിരുന്നു എന്നൊക്കെയും ഫിൻ ബാലർ പറയുന്നുണ്ട്. മൊത്തത്തിൽ ഡാമിൻ പ്രീസ്റ്റിന് വളരെയധികം അസൂയയാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് ഫിൻ ബാലർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. വുമൺസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ വേഴ്സസ് സെലീന വേഗ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിൽ കാണിച്ച സ്റ്റോറിയും നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ, റെയ് മിസ്റ്റീരിയോ ഇവരെല്ലാം വന്നുകൊണ്ട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ബെക്കി ലഞ്ചിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതുപോലെ തന്നെ സെലീന വേഗയ്ക്ക് ചെയർ കൊടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടെല്ലാം നോക്കിയിരുന്നു. എന്നാൽ സെലീന ആ ഒരു ചെയറെല്ലാം ഡൊമിനിക്കിനെ നേരെ വലിച്ചെറിയും. പിന്നെ റെയ് മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ അറ്റാക്ക് ചെയ്യുന്നത് പോലെയും മാച്ചിന്റെ അവസാനം ഒരു അവസരം കിട്ടുമ്പോൾ ലിവ് മോർഗൻ അങ്ങനെ തന്നെ സെലീന വേഗയെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ലിവ് മോർഗനാണ് വിൻ ചെയ്ത് സ്റ്റിൽ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആയത്. പിന്നീട് സെത്ത് റോളൻസിന്റെ സെഗ്മെന്റ്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം ആരാധകരുമായി സംസാരിച്ച് മണി ഇന്ത്യ ബാങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയും അടുത്ത റോ എപ്പിസോഡിൽ താൻ വരുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകുമെന്നും അഥവാ താൻ ആ മാച്ചിൽ തോറ്റു പോവുകയാണെങ്കിൽ ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുന്ന കാലത്തോളം തനിക്ക് ചാമ്പ്യൻഷിപ്പിന് അവസരം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെത്ത് റോളൻസ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഡാമിൻ പ്രീസ്റ്റ് തോറ്റുപോയാൽ അവൻ ജഡ്ജ്മെന്റ് ഡേ ടീം വിട്ട് വരേണ്ടി വരും, ഈ ഒരു ടൈപ്പിലെല്ലാം. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ന്യൂ ടാഗ് ടീം ചാമ്പ്യനായ ഫിൻ ബാലർ വന്നുകൊണ്ട്
കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഡാമിൻ പ്രീസ്റ്റിന് ഇപ്പോൾ ഞങ്ങളെയൊന്നും വേണ്ട. അതിന്റെ കാരണക്കാരൻ സെത്താണ്. ഈ ഒരു ടൈപ്പിലെല്ലാം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ സെത്ത് പറയുന്നത് ഡാമിൻ പ്രീസ്റ്റ് ഒരു പക്വതയുള്ള ചാമ്പ്യനാണ്. അവൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. ഫിൻ ബാലറിന് പ്രാന്താണ് ഡാമിൻ പ്രീസ്റ്റിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് കണ്ടതുകൊണ്ട്. അല്ലെങ്കിൽ ഫിൻ ബാലറിന് അസൂയയാണ് ഡാമിൻ പ്രീസ്റ്റിനോട്. ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർക്കിടയിൽ ഒരു മാച്ച് വെക്കാൻ പോകുന്നത് പോലെ സാഹചര്യം എത്തും. അപ്പോൾ തന്നെ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് അവിടെ വന്ന് ഈ ഒരു സെഗ്മെന്റ് മൊത്തത്തിലായിട്ട് ബ്ലോക്ക് ചെയ്യും. അതായത് ഫിൻ ബാലറിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോ, അതുകൊണ്ട് എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിൻ ബാലറിനെ പിടിച്ചു നിർത്തുന്നതായിട്ടും പിന്നീട് ഫിൻ ബാലർ സെത്തിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഡാമിൻ പ്രീസ്റ്റ് പിടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചു. അപ്പോൾ സെത്ത് ചോദിക്കുന്നത് ഇത് വല്ല കെണിയാണോ എന്നൊക്കെയാണ്. അപ്പോൾ തന്നെ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് ഇല്ല, നമ്മുടെ സ്റ്റോറിയിൽ ആരും വരാൻ പോകുന്നില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവസാനം ഫിൻ ബാലർ അറ്റാക്ക് ചെയ്യാൻ നോക്കും സെത്തിനെ. അപ്പോൾ സെത്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഡാമിൻ പ്രീസ്റ്റിന്റെ മേലെയും കൊള്ളുന്നുണ്ടായിരുന്നു. അതിനുശേഷം സെത്ത് ഫിൻ ബാലറിനെ കർവ് സ്റ്റംപ് ചെയ്ത് റിങ്ങിൽ നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഡാമിൻ പ്രീസ്റ്റ് സെത്തിനെ ചോക്സ്ലാം ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ജഡ്ജ്മെന്റ് ഡേയുടെ സ്പാർക്ക് നന്നായി കാണിക്കുന്നുണ്ട്. പിന്നീട് വുമൺസിന്റെ മണി ദി ബാങ്ക് ക്വാളിഫൈങ് ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടന്നു. ഡെക്കോ ടെക്കേഴ്സ്, സോയി സ്റ്റാർക്ക്, ഐവി നെയിൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ കൈരി സെയിൻ വന്നുകൊണ്ട് ഡെക്കോ ടെക്കൈനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതായിട്ടും എന്നാൽ ആ സമയം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ ആൽബ ഫയർ ആൻഡ് ഐലാഡോൺ വന്നുകൊണ്ട് കൈരി സെയിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഈ മാച്ചിന്റെ അവസാനത്തിൽ ഒരു അവസരം കിട്ടിയ സമയത്ത് ഡെക്കോ ടെക്കൈനെ ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ സോയി സ്റ്റാർക്കാണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് അങ്കിൾ ഹൗഡി, ബോ ഡാലസ് ഇവരുടെ സെഗ്മെന്റിന്റെ ബാക്കി ഭാഗം കാണിച്ചു. അപ്പോൾ അതിൽ ബോ ഡാലസിനോട് ബ്രേവായിട്ട് വിട്ടു പോയ കാര്യത്തെ പറ്റിയും ഫാമിലിയെ പറ്റിയും തന്നെയാണ് അങ്കിൾ ഹൗഡി വീണ്ടും ചോദിച്ചത്. അപ്പോൾ ഫാമിലിയെ ഇതിൽ ഉൾപ്പെടുത്തരുത്, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് തനിക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു ടൈപ്പിലെല്ലാം ബോ ഡാലസ് പറയുന്നുണ്ട്. ഇപ്പോഴും രണ്ടഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്കിൾ ഹൗഡി പറയുന്നത് നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ, അതായത് രണ്ടും ഒരാളാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെഗ്മെന്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നീട് ചാറ്റ് കേബിൾ ബാക്ക് സ്റ്റേജിൽ ഓട്ടീസുമായി സംസാരിച്ചു. അതായത് അങ്കിൾ ഹൗഡിയുടെ സെഗ്മെന്റിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് അങ്കിൾ ഹൗഡിക്ക് ഫാമിലിനെ ഉപദ്രവിക്കുന്നതൊന്നും ഇഷ്ടമില്ല എന്നുള്ളതെല്ലാം ബോ ഡാലസ് ആ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ചാറ്റ് കേബിൾ പറഞ്ഞത്. അതായത് അങ്കിൾ ഹൗഡി ആ പറഞ്ഞത് അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയത് എന്നെ പറ്റിയാണോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നീട് ഓട്ടീസിനോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ സോറി പറയുന്നതായിട്ടും ഓട്ടീസിന് എന്നോട് വെറുപ്പുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഓട്ടീസ് പറയുന്നത് എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഇല്ല എന്നൊക്കെയാണ്. അതായത് വീണ്ടും ചാറ്റ് കേബിൾ ഇവരെ ആ ഒരു ടീമാക്കാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒക്കുന്നില്ല. പിന്നീട് ഫാദർ വേഴ്സസ് സൺ മാച്ച്, റോയ് മിസ്റ്റീരിയോ, ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരുടെ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ വന്നുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതായിട്ടും എന്നാൽ റോയ് മിസ്റ്റീരിയോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവ് മോർഗനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സെലീന വേഗ അവിടെ വന്നു. അവസാനം ഡൊമിനിക് മിസ്റ്റീരിയോ റോപ്പിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ സെലീന വേഗ ലിവ് മോർഗൻ റിംഗ് സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. അപ്പോൾ തന്നെ സെലീന വേഗ ലിവ് മോർഗന്റെ കാല് വലിച്ച് തട്ടിയിടുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ നേരെ റോപ്പിന്റെ മുകളിലേക്ക് വീഴും. ഈ ഒരു അവസരം ഉപയോഗിച്ച് റോയ് മിസ്റ്റീരിയോ ഒരു 619 പോലെയെല്ലാം കൊടുത്തുകൊണ്ട് പിന്നീട് ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ റോയ് മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. പിന്നീട് IC ചാമ്പ്യൻ സാമി സൈൻ, ബ്രോൺ ബ്രേക്കർ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിനും നല്ല ഹൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ സെഗ്മെന്റിൽ സാമി സൈൻ വന്നതിന് ശേഷം പറയുന്നത് മണി ഇൻ ദി ബാങ്കിൽ താൻ തന്നെ IC ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്നൊക്കെയാണ്. പിന്നീട് ബ്രോൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് സാമി സൈൻ എപ്പോഴത്തെയും പോലെ ജയിക്കും എന്ന് കരുതണ്ട, മണി ഇൻ ദി ബാങ്കിൽ ഞാനാണ് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഇവര് സംസാരിച്ചത്. പിന്നീട് സാമി സൈൻ എല്ലാം നമ്മൾക്ക് മണി ഇൻ ദി ബാങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ സെഗ്മെന്റ് എൻഡ് ആകാൻ പോകുന്ന സമയത്ത് ദേഷ്യം വന്ന ബ്രോൺ ബ്രേക്കർ സാമി സൈനെ പെട്ടെന്ന് തന്നെ സ്പിയർ ഫിനിഷർ ചെയ്തു. പിന്നീട് റിങ്ങിന് ചുറ്റും ഓടി വന്നുകൊണ്ട് സ്റ്റെപ്പിന്റെ മുകളിലേക്ക് മറ്റൊരു സ്പിയർ ചെയ്യാൻ നോക്കുമ്പോൾ സാമി സൈൻ മാറും. ബ്രോൺ ബ്രേക്കർ നേരെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് പോകും. പിന്നീട് സാമി സൈൻ റിങ്ങിൽ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്ത് സാമി സൈൻ്റെ ഹെലിവ കിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് ബ്രോൺ ബ്രേക്കർ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്പിയർ ആക്കി മാറ്റിക്കൊണ്ട്
സാമി സൈനെ അറ്റാക്ക് ചെയ്ത് ബ്രോൺ ബ്രേക്കർ ആണ് ഇന്ന് മാസായി റിങ്ങിൽ നിന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നന്നായിട്ടാണ് തോന്നിയത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് മെൻസ് മണി ഇൻ ദി ബാങ്ക് ട്രിപ്പിൾ ത്രെഡ് ക്വാളിഫയിങ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് ഷെയ്മസ്, ഡ്രൂ മാക്കൻടയർ, ഇല്യ ഡ്രാഗനോവ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് തോന്നിയത്. 3 പേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. മാച്ചിന്റെ അവസാനത്തിൽ ഇല്യ ഡ്രാഗനോവ് ഷെയ്മസിനെ റിങ്ങിന് പുറത്ത് വെച്ചും മാക്കൻടയർ റിങ്ങിൽ വെച്ചുകൊണ്ടും ഫിനിഷർ ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്നാൽ മാക്കൻടയർ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് ഷെയ്മസ് ഒരു അവസരം കിട്ടുമ്പോൾ ഡ്രാഗൻ അവനെ ഫിനിഷർ ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചെയ്യും. എന്നാൽ ആ സമയത്ത് ഡ്രൂ മാക്കൻടയർ റിങ്ങിന് പുറത്തേക്ക് ഡ്രാഗനോവിനെ വലിച്ചുകൊണ്ട് പോയി ബാരിക്കേഡിന്റെ മുകളിലേക്ക് എല്ലാം വലിച്ചെറിയും. അത് കഴിഞ്ഞ് ഷെയ്മസും മാക്കൻടയറും ഫൈറ്റ് ചെയ്യുമ്പോൾ മാക്കൻടയർ ഷെയ്മസിന് ഒരു റണ്ണിങ് കിക്ക് കൊടുത്തുകൊണ്ട് പിന്നീട് ഫിനിഷർ ചെയ്യാൻ നോക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കൻടയർ ഷെയ്മസിനെ ക്ലൈമോർ കിക്ക് ചെയ്ത് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻടയർ ആണ് വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നാളെ പറ്റാണെങ്കിൽ മണി ഇൻ ദി ബാങ്ക് പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക. റോ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.